സാർ, ഞാൻ ലിസ്റ്റിൽ പോയി അന്വേഷിച്ചു. ചാക്കോ മേസ്ത്രി അവിടെ പണമിട്ട കാര്യം ശരി തന്നെയാണ്. മുഴുവൻ തുക ഇരട്ടിയെ കൈപ്പറ്റിയ രേഖയുമുണ്ട്. ലിസ്റ്റിലേതായതുകൊണ്ട് ആ രേഖകളെ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷെ എനിക്കറിയേണ്ടത് പണമിട്ടിരുന്നത് ആ ഇളയ പെൺകുട്ടിയുടെ പേരിലാണോ എന്നുള്ളതാണ്. അത് ശരിയാണ് സാർ. ഓക്കെ സാർ. സാർ, കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ പോകുന്നത്. അവിചാരിതമായി ചെന്നെത്തുന്ന റൂട്ടുകളും നമ്മൾ ഫോളോ ചെയ്തല്ലേ പറ്റൂ. അവൻ പറഞ്ഞതൊക്കെ പൂർണ്ണമായും സത്യമാണെന്ന് നൗഷാദിന് തോന്നുന്നുണ്ടോ? അങ്ങനെ വ്യക്തമായൊന്നും പറയാൻ കഴിയുന്നില്ലെങ്കിലും കേട്ടെടുത്തോളം മത്തായി സംശയിക്കേണ്ടിയിരിക്കുന്നു സാർ. അയാളാണെങ്കിൽ സൊസൈറ്റി വളരെ ക്ലീൻ ഇമേജും പള്ളിക്കും പട്ടക്കാർക്കും വേണ്ടപ്പെട്ടവനും പരസഹായിയുമാണ്. ആ നിലയ്ക്ക് നോ 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 ഇൻവെസ്റ്റിഗേഷനിൽ ഇമേജിനോ വ്യക്തിബന്ധങ്ങൾക്കോ ഒന്നും സ്ഥാനമില്ല. ഒരിക്കൽ ജനങ്ങൾ പൂവിട്ട് പൂജിച്ച പല പകൽമാന്യന്മാരും പിന്നീട് പല ക്രൂരകൃത്യങ്ങൾക്കും അകത്തായിട്ടുണ്ട്. അപ്പോ സാർ പറഞ്ഞു വരുന്നത് നമ്മളൊരു പുതിയ ചാപ്റ്റർ ആരംഭിക്കുന്നു. ഇടമറ്റം മത്തായിൽ നിന്ന്. നമസ്കാരം. വരണം. സാറിനെ അങ്ങോട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ സമയം കിട്ടണ്ടേ. 3-4 സംഘടനകളുടെ സ്ഥിരം പ്രസിഡന്റാ. പിന്നെ പള്ളി പെരുന്നാള്, ഫൈനാൻസ്, ഒന്നും പറയണ്ട. നിൽക്കളില്ലാത്ത ഓട്ടത്തിലാ. ഇരിക്കെ. മിസ്റ്റർ മത്തായിയുടെ തിരക്കൊക്കെ ഞങ്ങൾക്കറിയില്ലേ. ഇപ്പോൾ ഞങ്ങൾ വന്നത് ഒരു ഇൻഫർമേഷന് വേണ്ടിയാ. ആണോ? സാറിന് എന്നെ അറിയേണ്ടത്. ഈ മരിച്ചുപോയ ചാക്കോ മേസ്ത്രിയുടെ പ്രോപ്പർട്ടി നിങ്ങളാണോ വാങ്ങിയത്? മരിച്ചതോ? കൊന്നതല്ലേ സാറേ. ക്രൂരമായ കൂട്ടക്കൊല. മനുഷ്യന്റെ ജീവനും സ്വത്തിനും വിലയില്ലാത്ത കാലമാ. എന്ത് നല്ല മനുഷ്യനായിരുന്നു ചാക്കോച്ചായൻ. പള്ളിയിൽ നിന്ന് മാറാൻ നടന്നിരുന്ന കുടുംബമായിരുന്നു. എന്നിട്ട് കർത്താവ് എങ്ങനെ വിധിയാണല്ലോ. സോറി മിസ്റ്റർ മത്തായി, ഞങ്ങൾ ചോദിച്ചതിന് ആൻസർ കിട്ടിയില്ല. സത്യം പറയാലോ സാറേ, ചാക്കോച്ചാന്റെ കാര്യം ഓർത്തപ്പോൾ ഞാൻ ചോദ്യം അങ്ങ് മറന്നുപോയി. എന്നാ ചോദിച്ചത്? പ്രോപ്പർട്ടി. പുള്ളിയുടെ വീട് സ്ഥലവും എന്നോട് എടുക്കണമെന്ന് പറഞ്ഞ് ചാക്കോച്ചായനും ആ ഇളയ പെണ്ണിന്റെ കാമു എന്ന് പറഞ്ഞ ചെറുക്കനും കൂടി ഇവിടെ വന്നായിരുന്നു. സത്യം പറയാലോ, ചാക്കോച്ചന്റെ കഷ്ടപ്പാട് കേട്ടപ്പോ ഞാനത് വാങ്ങാമെന്ന് വിചാരിച്ചതാ. രജിസ്ട്രേഷൻ 2 ദിവസം മുമ്പ് പറയാ വില കുറഞ്ഞു പോയി കൂട്ടിത്തരണമെന്ന്. എന്നിട്ട് വില കൂട്ടിക്കൊടുത്ത് രജിസ്ട്രേഷൻ നടത്തിയോ? എങ്ങനെ നടത്താനാ? ചാക്കോച്ചായനായതുകൊണ്ട് നിലവിലുള്ള വിലയുടെ 25% വരെ കൂട്ടിത്തരാമെന്ന് ഞാൻ പറഞ്ഞു നോക്കി. അതിൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞ ഞാൻ എന്നാ ചെയ്യാനാ? അത് ശരി. അപ്പൊ ഈ ചാക്കോ വാക്ക് പറഞ്ഞ പാലിക്കാത്ത ആളായിരുന്നു. ചാക്കോച്ചൻ അല്ല, അത് പിന്നെ എല്ലാവരും എന്തെങ്കിലും ദോഷവശം ഉണ്ടായിരിക്കുമല്ലോ. അത് സത്യവാ അല്ലേ സാറേ? മിസ്റ്റർ മത്തായി വാങ്ങിയില്ല പിന്നെ ആരാ പ്രോപ്പർട്ടി വാങ്ങിയെന്നറിയാവോ? അയ്യോ, അതെനിക്കറിയില്ല. അതിനു മുമ്പ് ആ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയില്ലേ ദുഷ്ടന്മാര്. അപ്പൊ മത്തായിക്ക് അതേക്കുറിച്ച് ഒന്നും അറിയില്ല അല്ലേ? അറിയില്ല സാറേ. സാർ, ഈ കൂട്ടക്കൊല നടന്നിട്ട് ഇത്രയും നാളായിട്ട് പ്രതികളെ പിടിക്കാത്തതിൽ നാട്ടുകാർക്ക് ഭയങ്കര പ്രതിഷേധമുണ്ട്. പ്രതിഷേധിക്കാൻ നാട്ടുകാർക്ക് അവകാശമുണ്ട്. അവർ പ്രതിഷേധിച്ചോട്ട്. കൊല്ലന്റെ ആലയിലെ ഇരുമ്പ് പോലെയാണ് മൂടി വയ്ക്കപ്പെട്ട സത്യങ്ങൾ. ഉലയിലിട്ട് പഴുപ്പിച്ച് ആഞ്ഞടിച്ചാൽ ചാരം മൂടിക്കിടക്കുന്ന ഏത് സത്യവും പുറത്തു വരും. വീണ്ടും കാണാം മിസ്റ്റർ മത്തായി. യെസ്, SP ദേവദാസ് ഹിയർ. യെസ് സർ. വരാം സർ. തന്നെ വിളിപ്പിച്ചത് വേറൊന്നിനുമല്ല. ആനമടി കൊലക്കേസ് തന്നെ ഏൽപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി വാശി പിടിച്ചപ്പോൾ ഞാൻ കരുതിയത് താൻ ഇവിടെ വന്ന് എന്തോ മാജിക്ക് കാണിക്കുന്ന. അയാൾക്കാണെങ്കിൽ ഇനി മുഖ്യമന്ത്രി കസേര ഒഴിയാൻ അധികം നാളില്ല. വെറുതെ താനായിട്ട് അയാളുടെ മാനം കെടുത്താൻ പോകണ്ട. എവിടം വരെ ആയി ഇതെന്റെ അന്വേഷണം? രാഷ്ട്രീയക്കാരുടെ കയ്യിലെ ചട്ടുകമായി മാറാൻ എനിക്ക് തീരെ താല്പര്യമില്ല സാർ. മുഖ്യമന്ത്രി കസേര ഇനിയിപ്പോ സാറാണെങ്കിൽ പോലും ഇൻവെസ്റ്റിഗേഷന്റെ ചാർജ് എനിക്കാണെങ്കിൽ പിടിക്കപ്പെടുന്ന യഥാർത്ഥ കുറ്റവാളികളായിരിക്കും. അതിന് ചിലപ്പോ അല്പ കാലതാമസം വേണ്ടിവരും. ആ കാലതാമസം സംബന്ധിച്ച് എനിക്കും തനിക്കും മനസ്സിലാവും. പക്ഷെ ജനങ്ങൾക്ക് അതറിയേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ തന്റെ ഡിപ്പാർട്ടുകൾ എന്തൊക്കെയായി നടക്കുന്നത്? ജനങ്ങളുടെ പരാതി ദിവസവും കൂടി വരികയല്ലേ? സാർ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുറ്റവാളികൾ നമ്മുടെ നാട്ടിൽ രക്ഷപ്പെടുകയല്ല, രാഷ്ട്രീയക്കാർ അവരെ രക്ഷപ്പെടുത്തുകയാണ്. താനങ്ങനെ രാഷ്ട്രീയക്കാരെ അടച്ചാക്ഷേപിക്കണ്ട. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഞാനോ എന്റെ പാർട്ടിയുടെ പ്രവർത്തകരോ തന്റെ കേസിൽ ഇടപെടുന്ന പ്രശ്നമില്ല. താൻ പറഞ്ഞ കാലതാമസം ഉണ്ടല്ലോ, അതൊന്നും ഒഴിവാക്കണം. എന്നിട്ട് എത്രയും വേഗം ആ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കണം. അതാണ് ആവശ്യം. ഓക്കെ സർ, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. യെസ്. എന്തായിരുന്നു തന്റെ അന്വേഷണമൊക്കെ? സർ, മരിച്ച ചാക്കോയുടെ മൂത്ത മകളുടെ ഭർത്താവിനെയും ഇളയ മകളുടെ കാമുകനെയും ചോദ്യം ചെയ്തു സർ. വേറെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ലേ? നോ സർ, 2 ഫിനാൻഷ്യൽസ് കൂടി ഒബ്സർവേഷനിലാണ്.
യെസ് സാർ, അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി സാർ, കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ശരി സാർ. മേ കമിൻ സർ? യെസ്. എന്തായി? സാർ, പ്രോപ്പർട്ടി വാങ്ങിയിരിക്കുന്നത് ഐക്യര വർക്ക് ചെയ്യുന്ന ഒരാളാ. ഇടുക്കിയിലൊരു കോൺട്രാക്ടറാ. മാതൃകാ ഫൈനാൻസ് ഉടമ മത്തായുടെ പാർട്ട്ണറുവാ. യു മീൻ ബിനാമി? സർ, ബിനാമിയാകാനാണ് സാധ്യത. ഉടനെ തന്നെ ഇടുക്കി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഈ വർക്കിയുടെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാൻ സർ. ഈ ഐക്യരെ വർക്കിയെ ഒരുത്തനും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അതെ 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 അതെ. സത്യം പറയടാ, ചാക്കോയും കുടുംബത്തെയും കൊന്നത് നീയല്ലേ? ഞാനല്ല, എനിക്കൊന്നും അറിയില്ല. പിന്നെ എന്തിനാണ് നീ അപ്പോൾ ഓടി രക്ഷപ്പെടാൻ നോക്കിയത്? അത് ആള് മാറിപ്പോയതാ, സാറുമാരാന്ന് അറിഞ്ഞില്ല. ആ ചാക്കോ മേസ്ത്രിയുടെ പ്രോപ്പർട്ടി വിലക്ക് വാങ്ങിയത് നീയല്ലേ? പ്രോപ്പർട്ടി വാങ്ങിയത് ഞാൻ തന്നെ, പക്ഷെ പണം കൊടുത്തത് ഇടപാട് നടത്തിയൊക്കെ മത്തായിച്ചനാ. അതെന്തിനാ അയാൾക്കതിനെ പ്രോപ്പർട്ടി നിന്റെ പേര് വാങ്ങേണ്ട കാര്യം? ഫൈനാൻസിന്റെയും മറ്റും ഇൻകം ടാക്സ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് പല പ്രോപ്പർട്ടികളും മത്തായിച്ചൻ എന്റെ പേരിലാണ് വാങ്ങാറുള്ളത്. പക്ഷെ ഇങ്ങനൊരു പ്രോപ്പർട്ടി മത്തായിച്ചൻ വാങ്ങിച്ചത് ശരിക്കും ചാക്കോച്ചനെ സഹായിക്കാനാ. ആര് എന്ന് ബുദ്ധിമുട്ടും പ്രയാസം പറഞ്ഞാലും അലിവുള്ള മനസ്സാ മത്തായിച്ചൻ്റെത്. നൗഷാദ് സർ. ഇവനെ വിടണ്ട, ഇവിടെ കിടക്കട്ടെ. സർ. സാറിനെ കാണാൻ വന്ന കാര്യം എന്താ ചോദിച്ചിട്ട് പറയുന്നില്ല. എന്താ പറയണം? എന്നെ അറസ്റ്റ് ചെയ്യണം സാർ. സാർ അന്വേഷിക്കുന്ന കൊലയാളി ഞാനാ. ചാക്കോ മേസ്ത്രിയും കുടുംബത്തെയും കൊന്നത് ഞാനാ സാറേ. തനിക്കെന്താ വല്ല മെന്റൽ പ്രോബ്ലം ഉണ്ടോ? ഇല്ല സാർ, എന്നെ കണ്ട അങ്ങനെ തോന്നും, പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമാ. ഞാൻ കാരണം ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് സാർ. അതിരിക്കട്ടെ, ഇപ്പോ ഇവിടെ വന്നിങ്ങനെ കീഴടങ്ങാൻ തോന്നാൻ കാരണം? മനസ്സിന്റെ കുറ്റബോധം എന്നെ വേട്ടയാടുകയായിരുന്നു സാർ. ഇത് കാരണം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പാപഭാരവുമായി അലഞ്ഞു. അവസാനം പള്ളിയിൽ പോയി കുമ്പസാരിച്ച് മനഃശുദ്ധി വരുത്തി. പോലീസിൽ കീഴടങ്ങണമെന്ന അച്ഛന്റെ നിർബന്ധമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തത്? പണത്തിന് വേണ്ടിയാണ് സാർ. ജീവിക്കാൻ ജോലിയോ മറ്റു മാർഗമോ ഇല്ലാത്തയാളാണ് ഞാൻ. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണമെന്ന മോഹമാണ് എന്നെ ഒരു കൊലയാളിയാക്കി മാറ്റിയത്.
ഈ മരിച്ച ചാക്കോ മേസ്ത്രിയുടെ പണം ഉണ്ടെന്ന് തനിക്ക് എങ്ങനെ മനസ്സിലായി? സർ അത് രജിസ്റ്റർ ഓഫീസിന് മുമ്പിൽ വെച്ച് ചാക്കോച്ചായൻ ബാഗിൽ പണം തിരികെ വെക്കുന്ന ഞാൻ കണ്ടു. അന്ന് രാത്രി ഏതാണ്ട് 11:30 കാണും. ഞാൻ ചാക്കോച്ചായൻ്റെ വീട്ടിൽ ചെന്നു. ഇതാണ് സാർ ഉണ്ടായത്. എന്നിട്ട് നീ ചാക്കോ മേസ്ത്രിയുടെ വീട്ടിൽ നിന്ന് എടുത്ത ആ പണം എവിടെ? സാർ ഞാൻ ആ പണവുമായി നേരെ ബാംഗ്ലൂരിലേക്കാണ് പോയത്. ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ എൻ്റെ മുറിയിൽ നിന്ന് പണമടങ്ങിയ ബാഗുമായിട്ട് കടന്നു കളഞ്ഞു. ഞാൻ അവനെ അവിടെയൊക്കെ അന്വേഷിച്ചു, കണ്ടെത്താൻ കഴിഞ്ഞില്ല സാർ. കൊള്ളാം, കേൾക്കുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കഥ ഉണ്ടാക്കുമ്പോ കുറച്ചുകൂടെ വിശ്വസനീയമാക്കണ്ടേ സ്റ്റീഫ? അല്ല സാർ, ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ആണല്ലോ, പറഞ്ഞു പഠിപ്പിച്ചത് വള്ളി പുള്ളി തെറ്റാതെ നീ അവതരിപ്പിച്ചു. പക്ഷെ അത് അതേപടി അങ്ങ് വിശ്വസിക്കാൻ ഞങ്ങൾ ഒരു LKG സ്റ്റുഡൻസ് അല്ല. നൗഷാദ്, സർ. അങ്ങനെ അങ്ങ് എഴുത്തള്ളാൻ വരട്ടെ. സർ. കേൾക്കുമ്പോൾ അവിടെ ഇവിടെ ചെറിയ ഗ്രാമർ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലും ഇവൻ പറയുന്നത് അങ്ങനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല. കേട്ടോ സ്റ്റീഫ, നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിലും അല്ലെങ്കിലും ഒരു കാര്യത്തിൽ നിന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാര്യങ്ങൾ നേരിട്ട് ഇവിടെ വന്ന് പറയാൻ കാണിച്ച ചങ്കൂറ്റത്തെ. പിന്നൊരു കാര്യം, നീ ഇവിടെ വന്ന് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ആരെപ്പ ചോദിച്ചാലും പറയാൻ സമ്മതമാണോ? സമ്മതമാണ് സാർ, 100 വട്ടം സമ്മതമാണ്. ഗുഡ്. നൗഷാദ്, സർ. ആനമുടി കൊലക്കേസുമായി സംബന്ധിച്ച് എല്ലാ എൻക്വയറിയും നമ്മൾ ഇതോടെ ക്ലോസ് ചെയ്യുന്നു. സർ, അത് ബട്ട് വൺ തിങ്, ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ഇടമറ്റം മത്തായി ഒന്നുകൂടി ചോദ്യം ചെയ്യുന്നു. എന്തിനാണ് സാർ മത്തായിയെ? സർ, സ്റ്റീഫന്റെ ഈ കുറ്റസമ്മതത്തിന് പിന്നിൽ എന്തൊക്കെ ദുരൂഹതകളുണ്ട്? യെസ്, അവന്റെ പിന്നിൽ മറ്റാരോ ഉണ്ട്. പക്ഷേ തൽക്കാലം നമ്മൾ ഐക്യവർക്കിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു. ഓക്കെ സർ, പക്ഷേ വാട്ട് അബൌട്ട് സ്റ്റീഫൻ? അങ്ങനെ ഒരു കഥാപാത്രം ഇവിടെ വന്നതായിട്ട് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. സർ. അതുകൊണ്ട് അവനെ ഏതെങ്കിലും ഒരു രഹസ്യ സംഘത്തിലേക്ക് മാറ്റിയത്. സർ, ഇതാര്? സാർമാരോ? വരണം വരണം. മിസ്റ്റർ മത്തായി ഞങ്ങളോടൊപ്പം ഒന്ന് വരണം. എങ്ങോട്ട്? പോലീസ് സ്റ്റേഷനിലേക്ക്. നിങ്ങൾ എന്നാ ഈ പറയുന്നത്? എനിക്കിവിടെ 100 കൂട്ടം കാര്യമുണ്ട്. ഞാൻ സ്ഥലം വരെ പോകാൻ നിൽക്കുക. എന്തായാലും അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ചോദിച്ചോളാം. എവിടെ വെച്ചാ ചോദിക്കേണ്ടെന്ന് നോക്കി ഞങ്ങൾക്കറിയാം. മിസ്റ്റർ മത്തായി ഇപ്പം ഞങ്ങളോട് വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ഓ ശരി, ഞാൻ വരാം. പക്ഷെ എനിക്കിവിടെ പല പണിയുള്ളതാ, അവിടെ വെച്ച് താമസിപ്പിക്കരുത്. വരൂ. ഞാനേ എന്റെ കാറിൽ വരാം. വേണ്ട വേണ്ട, ഇതിലോട്ടും കയറിയാൽ മതി. പോലീസ് ജീപ്പിലോ? ആ. ഞാൻ എന്റെ കള്ളനോ കൊലപാതകയിലോ ആണോ? ഞാൻ എന്റെ കാറിലേ വരുള്ളൂ. തന്റെ സൗകര്യത്തിന് കാറിലും ഹെലികോപ്റ്ററിലും ഒന്നും എഴുന്നള്ളണ്ട. ഇങ്ങോട്ട് കയറാം. ഞങ്ങളുടെ മുകളിൽ കൊണ്ട് പറ്റില്ല. മാറി നിൽക്കണം അങ്ങോട്ട്. പറ്റില്ല. തിരിച്ച് വരണ്ട അതിന്. ചാക്കോച്ചായന്റെ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന മുഴുവൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി സാറുമാർ എന്ത് കാട്ടിയാലും ഇത് കൊള്ളുന്നു എന്റെ നാവിന്ന് വരികയല്ല. പുറത്തു നിൽക്കുന്ന സ്തുതിപാഠകരുടെ ശബ്ദം കേട്ടേ വെറുതെ പുണ്യാളനാകാൻ ശ്രമിക്കല്ലേ മത്തായിച്ച. താനിപ്പോഴേ അകത്ത, അത് ഓർമ്മ വേണം. ഓ ചുമ്മാ പേടിപ്പിക്കാം സാറേ. ജാഥ നയിക്കുന്ന രാഷ്ട്രീയക്കാരെ പോലെ ചെല്ലും കൊടുത്ത് കൊണ്ടുവന്നവരല്ല ആ പുറത്ത് നിൽക്കുന്നവര്. മത്തായിയുടെ നന്മയുടെ പ്രതിഫലനമാ. നന്മയും തിന്മയും ഒക്കെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നേ ഈ നാട് നന്നായനെ. അതുകൊണ്ട് അതുകളാ, ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ അറിയേണ്ടുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം മിസ്റ്റർ മത്തായി ഒന്ന് ക്ലിയർ ചെയ്യണം. മരിച്ച ചാക്കോ മേസ്ത്രിയുടെ പ്രോപ്പർട്ടി വില കൂട്ടി ചോദിച്ചതിനാൽ വാങ്ങിയില്ലെന്ന് താൻ പറയുന്നു. സത്യവാ. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ താൻ പറഞ്ഞ സത്യം തന്നെ. പക്ഷേ ആ വസ്തു വാങ്ങിയിരിക്കുന്ന മറ്റാരുമല്ല, തന്റെ വിശ്വസ്തനും സന്തത സഹചാരിയുമായ ഐക്യവർക്കിയാണ്.
അയാൾക്കാണെങ്കിൽ അത്രയും പണം മുടക്കി ആ വസ്തു വാങ്ങാനുള്ള സാമ്പത്തികമില്ല. പിന്നെ അയാൾക്ക് ആ പണം എങ്ങനെ കിട്ടി മിസ്റ്റർ മത്തായി? തനിക്ക് എന്തൊക്കെയോ അറിയാം, അല്ലെങ്കിൽ താൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അറിയാവുന്ന സത്യം മുഴുവൻ ഞങ്ങളോട് പറയുന്നതാ തനിക്ക് നല്ലത്. അല്ലെങ്കിൽ അറിയാമല്ലോ, പോലീസുകാർക്ക് വേറൊരു രീതിയുണ്ട്. എന്റെ പൊന്ന് സാറന്മാരെ, നിങ്ങളുടെ മനസ്സിലുള്ള പോലെ പറയാൻ ഞാൻ മൂന്നാംകര കള്ളസാക്ഷിക്കാരനാണോ? നൗഷാദ്, ഇങ്ങോട്ടേ